أعوذ بالله من الشيطان الرجيم. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن. فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم. قالت فذلكن الذي لمتنني فيه ولقد راودته عن نفسه فاستعصم ولئن لم يفعل ما آمره ليسجنن وليكونا من الصاغرين. قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين. فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم. ثم بدا لهم من بعد ما رأوا الآيات ليسجننه حتى حين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള പരിശുദ്ധ ഖുർആനിന്റെ വിവരണത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകന്റെ ചരിത്രം വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ പരീക്ഷണങ്ങളിൽ ആ രാജ്യത്തുള്ള കൊട്ടാരത്തിലെ താമസക്കാലത്തിനിടക്ക് അവിടെയുണ്ടായിരുന്ന ഭരണാധികാരിയുടെ ഭാര്യ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവിഹിതമായ കാര്യത്തിലേക്ക് ക്ഷണിച്ച ആ പരീക്ഷണവും അതിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് മുഖേന യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ അഭയം പ്രാപിച്ചുകൊണ്ട് രക്ഷപ്പെട്ട സംഭവവുമാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിച്ച് അവസാനിപ്പിച്ചത്. തുടർന്നുകൊണ്ടുണ്ടായ സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ വീണ്ടും സുദീർഘമായി തന്നെ വിവരിച്ചു തന്നിട്ടുണ്ട്. ഇത് കൊട്ടാരത്തിലുണ്ടായ ഈ ഒരു വിഷയം സമൂഹത്തിലുള്ള മറ്റ് സ്ത്രീകൾക്കിടയിൽ അതൊരു ചർച്ചാ വിഷയമായി മാറി. അതായത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ യജമാനത്തിയായ കൊട്ടാരത്തിലെ റാണിയായ ഈ സുലൈഖ തന്റെ വേലക്കാരനായ, തന്റെ അടിമയായ, തന്റേതായ കൊട്ടാരത്തിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനുമായി കൊണ്ട് പ്രണയമായിരിക്കുകയാണെന്നും ആ പ്രണയത്തിൽ വല്ലാതെ സുലൈഖയുടെ മനസ്സ് അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്നും വല്ലാത്തൊരു പിഴവിലാണ് സുലൈഖ അകപ്പെട്ടിട്ടുള്ളത് എന്നുമൊക്കെ ജനങ്ങൾക്കിടയിൽ, ആളുകൾക്കിടയിൽ, സ്ത്രീകൾക്കിടയിൽ അതൊരു സംസാര വിഷയമായി. ആ സമയത്ത് തികച്ചും ഞാൻ അപമാനിതനായി എന്ന് മനസ്സിലായ അസീസിന്റെ ഭാര്യയായ സുലൈഖ താൻ ചെയ്തത് ഒരു തെറ്റൊന്നുമല്ല,
നിങ്ങളാണെങ്കിൽ ഇതിലപ്പുറം ചെയ്യും എന്ന് അവരെ ബോധ്യപ്പെടുത്തുമാറുള്ള ഒരു സൂത്രം പ്രയോഗിക്കുകയും ആ സൂത്രത്തിൽ അവർ വിജയിക്കുകയും ചെയ്ത ഭാഗമാണ് അള്ളാഹു തുടർന്നുകൊണ്ട് വിവരിച്ചു തരുന്നത്. അതാണ് റബ്ബ് പറഞ്ഞത്, വഖാല നിസ്വത്തും ഫിൽ മദീന. ആ സിറ്റിയിലുള്ള, പട്ടണത്തിലുള്ള, രാജ്യത്തുള്ള സ്ത്രീകൾ പറയാൻ തുടങ്ങി, ഇംറഅത്തുൽ അസീസി തുറാവിദു ഫതാഹാ അൻ നഫ്സിഹി. അസീസിന്റെ ഭാര്യ ഇതാ അവളുടേതായ ഒരു വേലക്കാരനെ, അതല്ലെങ്കിൽ ഭൃത്യനെ, തന്റേതായ കീഴിൽ ജീവിക്കുന്ന ഒരു ചെറുക്കനുമായി കൊണ്ട് വശീകരണ ശ്രമം നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല ആ വ്യക്തിയോടുള്ള പ്രേമം അവളുടെ മനസ്സ് കവർന്നിരിക്കുന്നു. ഖദ് ശഗഫാ ഹുബ്ബാ. ആ വ്യക്തിയോടുള്ള പ്രേമം അവളുടെ മനസ്സ് കവർന്നിരിക്കുകയാണ്. അവൾ അതിന് വല്ലാതെ അടിമപ്പെട്ടു പോയിരിക്കുന്നു. എന്നിട്ടവര് പറയാൻ തുടങ്ങി, ഇന്നാ ലനറാഹാ ഫീ ളലാലിൻ മുബീൻ. നിശ്ചയമായും ഞങ്ങൾ അവളെ വ്യക്തമായ വഴിപിഴച്ച പെണ്ണായിട്ടാണ് കാണുന്നത്. വല്ലാത്തൊരു പഴവിലാണ് സുലൈഹ അകപ്പെട്ടിരിക്കുന്നത്. തന്റേതായ കീഴിലുള്ള കേവലം ഒരു അടിമയുമായി കൊണ്ട് പ്രണയാഭ്യർത്ഥന നടത്തുകയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ട് വല്ലാത്തൊരു അപമാനമായി പോയല്ലോ ഇത് രാജ്യത്തിന്. ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ഒരു രാജ്ഞി, അതല്ലെങ്കിൽ അവരുടെ ഭാര്യ ഈ നിലക്കുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഇത്രത്തോളം മോശമായി പോയല്ലോ അവര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സുലൈഹയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ ആ രാജ്യത്തിങ്ങനെ മുഴങ്ങുകയാണ്. ഇത് കേൾക്കുകയാണ് സുലൈഹ. അപ്പോൾ അവർ ചെയ്ത തന്ത്രം എന്താണ്? വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫലമ്മാ സമിഅത് ബിമക്രിഹിന്ന. ഈ സ്ത്രീകൾ തനിക്കെതിരെ ഇങ്ങനെ കുതന്ത്രം മെനയുന്നുണ്ട് എന്നത് അവര് കേട്ടപ്പോൾ, തന്റെ സിറ്റിയിലുള്ള, തന്റെ പട്ടണത്തിലുള്ള, നാട്ടിലുള്ള സ്ത്രീകൾ തന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പരത്തുന്നുണ്ട്, തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്, ഞാൻ പിഴച്ചു പോയിരിക്കുന്നു, വല്ലാത്തൊരു വഴികേടിലാണ് ഞാൻ പെട്ടിട്ടുള്ളത് എന്നൊക്കെ ജനസംസാരമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരൊരു തന്ത്രം പ്രയോഗിക്കുന്നു. അർസലത്ത് ഇലൈഹിന്ന. ആ സംസാരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ അവരേതായാലും കേവലം സാധാരണ സ്ത്രീകളാവില്ല. കാരണം ഒരു കൊട്ടാരത്തിലെ ഭരണാധികാരിയുടെ ഭാര്യയുമായി ബന്ധമുള്ള അടുത്ത സ്ത്രീകളെ അതങ്ങനെ പറയൂ. എല്ലാ നാട്ടിലുള്ള എല്ലാ സാധാരണക്കാരും അത് പറയൂല. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ആ സ്ത്രീകളിലേക്ക് അർസലത്ത് ഇലൈഹിന്ന ആളെ പറഞ്ഞേക്കുന്നു. എന്നിട്ട് അവരോട് വരാൻ പറയുന്നു. അവരെ ക്ഷണിക്കുകയാണ് തന്റെ കൊട്ടാരത്തിലേക്ക്. എന്തിനാണ് ക്ഷണിക്കുന്നത്? അവർക്ക് വേണ്ടി സുലൈഹ ഒരു വിരുന്ന് സദസ് ഒരുക്കുന്നു. ഒരു വിരുന്ന് സദസ് ഒരുക്കുകയാണ്. ചാരിയിരിക്കാനും അതുപോലെ തന്നെ ഉല്ലസിക്കാനും പറ്റുന്ന തന്റെ കൊട്ടാരത്തിന്റെ ഹാളില്, ആ ഓഡിറ്റോറിയത്തിൽ പരവതാനികൾ വിരിച്ച്, സോഫകൾ സംവിധാനിച്ച് ഇരുന്ന് ആ രൂപത്തിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഉതകുന്ന നിലക്കുള്ള നല്ലൊരു വിരുന്ന് സദസ് അവർ തയ്യാറാക്കുകയാണ്. എന്നിട്ട് അവരെയൊക്കെ വിളിച്ചു വരുത്തി അവരൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവരിൽ ഓരോ പെണ്ണിന്റെ കൈകളിലേക്കും ഓരോ കത്തി അങ്ങ് കൊടുക്കുന്നു. അപ്പോൾ സുലൈഹ ഒരുക്കിയിട്ടുള്ള ആ വിരുന്ന് സൽക്കാരം നമുക്ക് മനസ്സിലാക്കാം. വിഭവസമൃദ്ധമായ സദ്യക്ക് പുറമേ കത്തി കൊണ്ട് മുറിച്ചെടുക്കാവുന്ന പഴങ്ങളും മറ്റേതെങ്കിലും രൂപത്തിലുള്ള വിഭവങ്ങളും തയ്യാർ ചെയ്തിട്ടുള്ള വിളിയാണത്. അതുകൊണ്ടാണ് ആ ഫ്രൂട്ട്സുകൾ ഒരുക്കി വെച്ച് അത് മുറിച്ചെടുക്കാനുള്ള കത്തിയും കൊടുക്കുകയാണ്. ഒരു കത്തി കൊടുത്തിട്ട് നിങ്ങളത് പാസ് ചെയ്ത് മറ്റുള്ളവരൊക്കെയും മുറിച്ചോ എന്നല്ല പറഞ്ഞത്. അതിൽ എല്ലാ ഓരോ പെണ്ണുങ്ങൾക്കും ഓരോ കത്തി കൊടുത്തു. കാരണം ഒരൊറ്റ സമയത്തായി ഇവർ ഇത് ചെയ്യേണ്ടത്. ഒരേ സമയത്ത് ചിലരുടെ കയ്യിൽ കത്തി ഇല്ലാതെയായ അവർക്ക് മുറിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും കൊട്ടാരമല്ലേ, എല്ലാവർക്കും ഓരോ കത്തി കൊടുത്തു. അങ്ങനെ ആ നിലക്കുള്ള സംവിധാനം, പഴങ്ങൾ മുറിക്കാനും അത് ഉപയോഗപ്പെടുത്താനുമുള്ള നിലക്ക് കത്തിയും കൊടുത്തിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യജമാനത്തിയാണ് പറയുന്നത്, അനുസരിക്കാതെ നിവൃത്തിയില്ലല്ലോ. എന്നാൽ ഇതിൽ തെറ്റായ സംഗതിയുമല്ല. അതുകൊണ്ട് യൂസുഫിനോട് നേരത്തെ അവര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്ന നേരത്ത് വഖാലത്ത് ഉഖ്റുജ് അലൈഹിൻ, അവരുടെ സമീപത്തേക്ക് ഇറങ്ങി വരണം.
എന്റെ കൽപ്പന ഇട്ടുമ്പോൾ ഇറങ്ങി വരണം. അതുവരെ അതിന്റെ ഒരു ഭാഗത്ത് അവർ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ഇരുത്തി. അങ്ങനെ കൊട്ടാരത്തിൽ വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി, പഴങ്ങളൊരുക്കി, പഴം മുറിക്കാനുള്ള കത്തിയും കൊടുത്ത് എല്ലാവരുടെ കയ്യിലും എല്ലാവരോടും പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ പഴം മുറിക്കേണ്ട സമയമാണ്, പഴം എടുത്ത് കഴിക്കാൻ വേണ്ടി എല്ലാവരോടും കൽപ്പന. അങ്ങനെ അവർ ആ പഴം കഴിക്കാൻ വേണ്ടി പഴം എടുത്തു. ആപ്പിളോ എന്തോ അല്ലാഹു അലം, ഏതായാലും കത്തി കൊണ്ട് മുറിക്കാവുന്ന ഒരു പഴം അത് കയ്യിലെടുത്തു, കത്തിയും കയ്യിലെടുത്തു. ആ സമയത്ത് സുലൈഖ യൂസുഫിനോട് കൽപ്പിച്ചു, ഉഖ്റുജ് അലൈഹിൻ, അവരുടെ അടുത്തേക്ക് അങ്ങ് കടന്നു ചെല്ലൂ. യൂസുഫ് അലൈഹിസ്സലാമിനെ ആ സ്ത്രീകൾക്കിടയിലേക്ക് അങ്ങ് വരാൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫലമ്മാ റഅയ്നഹു, ആ സ്ത്രീകൾ യൂസുഫ് അലൈഹിസ്സലാമിനെ ഒരു നോക്ക് കണ്ടപ്പോഴേക്ക് അക്ബർനഹു, അവർക്കൊരിക്കലും വിചാരിക്കാൻ പോലും കഴിയാത്ത നിലക്ക് അന്തം വിട്ടുപോയി. അക്ബർന എന്ന് പറഞ്ഞാൽ അവർക്കത് വല്ലാത്തൊരു മതിപ്പായി, അവരുടെ മനസ്സിനെ അങ്ങ് ആകർഷിച്ചു പോയി. ഒരു വലിയ സംഗതിയാണ് അവർ കണ്ടത്. വഖത്തഅന ഐദിയഹുന്ന, അവരുടെ കൈകൾ അവർ മുറിക്കാൻ തുടങ്ങി. പഴല്ല മുറിക്കുന്നത്, പഴം മുറിക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ആള് കയറിയിരുന്നത്. പിന്നെ മുറിക്കുന്നതൊക്കെ കൈവിരലാണ്. വസ്ത്രങ്ങൾ കയ്യിലൊക്കെ ചോരയിറ്റി വീഴാൻ തുടങ്ങുന്ന നിലക്ക് അറിയുന്നില്ല. യന്ത്രം കണക്കെ ആ സ്ത്രീകളുടെ കൈകൾ അങ്ങ് പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. മനസ്സ് പങ്കെടുക്കുന്നില്ല, മനസ്സ് ഇതിൽ ഭ്രമിച്ചുപോയി. മനസ്സിൽ കടന്നു വരുന്നയാളിൽ ഭ്രമിച്ചുപോയി. ആ കാഴ്ചയിൽ മതിമറന്നുപോയി. പിന്നെ കയ്യിലെന്താണോ, എന്താ ചെയ്യേണ്ടത് എന്നൊന്നും ഓർമ്മയില്ല, എന്താ പ്രവർത്തിക്കുന്നതെന്നും അറിയില്ല. കത്തിയോണ്ട് ഇങ്ങനെ മുറിക്കുന്നുണ്ട്, മുറിക്കുന്നതൊക്കെ കയ്യിൽ, ആ വേദന പോലും അറിയുന്നില്ല. അത്രത്തോളം യൂസുഫിൽ അവർ ആകൃഷ്ടരായി. സുബ്ഹാനല്ലാഹ്, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തേക്ക് മിഅ്റാജ് വാനാരോഹണ യാത്രയുണ്ടായ ഘട്ടത്തിൽ 3-ാം ആകാശത്ത് വെച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പല പ്രവാചകന്മാരെയും കണ്ട കൂട്ടത്തിൽ 3-ാമത്തെ ആകാശത്തിൽ വെച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നത്, ഫഇദാ ഹുവ ഖദ് ഉഅ്തിയ ശത്റൽ ഹുസ്ൻ, ലോക സൗന്ദര്യത്തിന്റെ പകുതിയും നൽകപ്പെട്ട നബിയാണത്. അല്ലാഹു ഈ ഭൂമുഖത്തേക്ക് ഇറക്കിയ സൗന്ദര്യം എന്ന് പറയുന്ന കാര്യത്തിന്റെ പകുതി ഒത്തിണങ്ങിയ ഒരേ ഒരു വ്യക്തിയാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം എന്നർത്ഥം. അത്രത്തോളം സൗന്ദര്യത്തിന്റെ നിറകുടമാണ്. ആ മഹാനായ വ്യക്തിത്വത്തെ അങ്ങ് കണ്ടപ്പോഴേക്ക് പരിസരം മറന്നുകൊണ്ട് മനസ്സിനെ ആകെ ആകർഷിച്ചു പോയി. കത്തി കൊണ്ട് കൈകൾ മുറിക്കാൻ തുടങ്ങി. വഖുൽനാ, അവരൊന്നടങ്കം പറയാൻ തുടങ്ങി, ഹാശലില്ലാഹ് മാ ഹാദാ ബശറോ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. ഹാശലില്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നില്ലേ, അതേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന മറ്റൊരു പദമാണ് ഹാശലില്ലാഹ്. അല്ലാഹു മഹാപരിശുദ്ധൻ. മാ ഹാദാ ബശറാ, ഇതൊരു മനുഷ്യനല്ലല്ലോ, ഇതൊരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റൂല. ഈ കടന്നു വന്നി കണ്ടപ്പോ ഇത് മനുഷ്യനല്ലല്ലോ. ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം, ഇതൊരു മാന്യനായ മാലാഖയല്ലാതെ മറ്റൊന്നുമല്ല. ഇതൊരു മനുഷ്യനെന്നല്ല, ഒരു മനുഷ്യൻ ഇങ്ങനെ, ഒരു മനുഷ്യൻ ഇത്ര സൗന്ദര്യം, ഇത് വല്ല മലക്കുമായിരിക്കും എന്നീ പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങി. ഇവിടെ നമ്മൾ ആലോചിക്കണം, എന്താ അപ്പൊ മലക്കിനെ അവർ മുമ്പ് കണ്ടിട്ടുണ്ടോ? മലക്കിനെ മുമ്പ് കണ്ടിട്ടുണ്ടോ അവര്? നമ്മൾ കണ്ടിട്ടുണ്ടോ? പിന്നെന്താ ഇങ്ങനെ മലക്ക് എന്ന് പറയാൻ കാരണം? അത് പണ്ട് കാലം മുതൽക്ക് തന്നെ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോ എപ്പോഴും പറയും അതൊരു മാലാഖയാണ്, അതൊരു പ്രയോഗമാണ്. ആരും മലക്കിനെ മുമ്പ് കണ്ടിട്ടും ആ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല. സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോ എപ്പോഴും അതൊരു സൗന്ദര്യത്തിന്റെ മാലാഖയാണ്, ഒരു മാലാഖ എന്നാ പറയാ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോ. വികൃത രൂപവും ചീത്തപ്പെട്ട കാര്യവും പറയുമ്പോൾ ശൈത്താനാന്നാ പറയാ. ശൈത്താൻ എന്ന് പ്രയോഗിക്കും. കണ്ടില്ലേ, ഒരു ശൈത്താന്റെ തല പോലെ ഉണ്ട്, ശൈത്താനെ പോലെ ഉണ്ട്. ശൈത്താൻ ആരെങ്കിലും കണ്ടിട്ടാ? ശൈത്താനെ പോലെ ഉണ്ട് എന്നറിയും. അതെന്താ? അത് വൃത്തികെട്ടതും വിരൂപമായതുമായ കാര്യം പറയുമ്പോൾ ശൈത്താനെ പോലെ എന്ന് പറയും. നല്ലത് അതീവ സൗന്ദര്യമുള്ള കാര്യം മാലാഖക്ക് സമാനം എന്ന് പറയും. അതാണ് ഈ പെണ്ണുങ്ങൾ പറയുന്നത്, ഇതൊന്നും മനുഷ്യനല്ലല്ലോ, അത്ര വലിയ സൗന്ദര്യം. അങ്ങനെ അവരുടെ ആ ഒരൊറ്റ നോട്ടത്തിലാണത് സംഭവിക്കുന്നത്. കണ്ടോ, ആ സമയത്ത് മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ട് ഭ്രമിച്ചിട്ട്
ആ നോട്ടത്തിൽ അവർക്ക് മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു പോയി, പരിസരം മറന്നുപോയി, എന്താണ് ചെയ്യുന്നതെന്ന് വരെ ഓർക്കാതെ അത്ര ആ സൗന്ദര്യത്തിൽ അവർ ഭ്രമിച്ചിരിക്കും, അന്തം വിട്ടിരിക്കുമ്പോൾ ആ അവസരം മുതലാക്കിക്കൊണ്ട് സുലൈഖ പറയുകയാണ്, قالت فذلكن الذي لمتنني فيه ولقد راودته عن نفسه فاستعصم ولئن لم يفعل ما آمره ليسجنن وليكون من الصاغرين. സുലൈഖ പറഞ്ഞു പെണ്ണുങ്ങളോട്, ഫദാലികുന്ന, അതാണ് പറഞ്ഞ ആള്, ഇതാണ് പറഞ്ഞ ആള്. ഏത്? അല്ലദീലും തുന്നനീ ഫീഹി, ഏതൊരു വ്യക്തിയിൽ അനുരാഗാത്മകമായി ഞാൻ ഭ്രമിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ്, ഞാൻ വല്ലാത്ത വഴികേടിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കേവലം ഭൃത്യനോട് ഇങ്ങനെ വല്ലാതെ അടുപ്പം കാണിച്ച് പെണ്ണ് പഴച്ചുപോയി എന്ന് നിങ്ങൾ എന്നെ ആക്ഷേപിക്കാൻ കാരണമായ ആ ഭൃത്യനാണിത്, ആ വ്യക്തിയാണിത്. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ എന്നെ ആക്ഷേപിക്കാൻ നിമിത്തമായ വ്യക്തിയാണത്. അങ്ങനത്തെ വ്യക്തിയെ ശരിയാണ്, ഞാനിതാ തുറന്നു പറയുന്നു, എനിക്കൊരു മാനക്കേടുമില്ല, എനിക്കൊരു അന്തസ്സിന് കമ്മിയും തോന്നുന്നില്ല. ഞാനിതാ നിങ്ങളോട് ഉറച്ചു പ്രഖ്യാപിക്കുന്നു, ഒരു നേരം ഒരു നിമിഷം കണ്ടപ്പോഴേക്ക് പരിസരം മറന്ന് കൈകൾ പോലും നിങ്ങൾ മുറിച്ചില്ലേ? ഒരു നേരം കണ്ടപ്പോഴേക്ക് നിങ്ങളും മതിമറന്നു ഭ്രമിച്ചു പോയില്ലേ? എങ്കിൽ ഒരു നേരം കണ്ടപ്പോഴേക്ക് ഇത്ര പരിസരം മറന്ന് വല്ലാത്തൊരനുഭവത്തിലേക്ക് നിങ്ങൾ എത്തിയെങ്കിൽ കൊല്ലങ്ങളോളം എൻ്റെ വീട്ടിൽ, എൻ്റെ കൊട്ടാരത്തിൽ, എൻ്റെ കീഴിൽ ഞാനെന്നും കണ്ടുകൊണ്ടിരിക്കുന്നവരെ ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ അതിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി പോയി എന്നത് ഒരു തെറ്റാണെന്ന് ഇനി നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ടോ? അതാണ് ചോദ്യം. فذلكن الذي لمتنني فيه ولقد راودته عن نفسه, ഞാൻ അയാളെ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ വശീകരണ ശ്രമം നടത്തിയിട്ടുണ്ട്, ശരി തന്നെയാണ്. ഫസ്തഅസമ, പക്ഷേ അദ്ദേഹം രക്ഷപ്പെട്ടതാണ്, ഒഴികഴിവ് പറഞ്ഞു ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം കേൾക്കെ ആ പെണ്ണുങ്ങളെ മുമ്പിൽ വെച്ച് സുലൈഖ പറയുന്നു, വലയില്ലം യഫ്അൽ മാ ആമുറുഹു, അതുകൊണ്ട് തന്നെ ഞാൻ അവനോട് കൽപ്പിക്കുന്ന കാര്യത്തിന് അവൻ വഴങ്ങിയിട്ടില്ലെങ്കിൽ, ഞാനൊന്ന് ഒഴിവായിനൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ അവനതിന് ചെയ്തിട്ടുണ്ട്, ശരിയാണ്, ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മഅദല്ലാഹ് എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറിയതാണ്, അള്ളാനെ പേടിച്ചു എന്നൊക്കെ പറഞ്ഞു മാറിയതാണ്, ഞാൻ വിടൂല. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ബോധ്യായില്ലേ? ഒരു നേരം കണ്ടപ്പോഴേക്ക് നിങ്ങൾക്ക് സഹിക്കണില്ലല്ലേ? ഒരു നേരം കണ്ടപ്പോഴേക്ക് കത്തി കയ്യില്, പഴം കയ്യില്, എവിടെ മുറിക്കണെന്ന് അറിയില്ലല്ലേ? അങ്ങനത്തെ നിങ്ങളാ എന്നെ ആക്ഷേപിക്കുന്നത്? കാലങ്ങളോളമായി എന്റെ കൺമുമ്പിൽ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന ഈ ഒരാളോട് ഞാനൊന്ന് സ്നേഹിച്ചു പോയി, ഞാൻ വശീകരണ ശ്രമം നടത്തി എന്നതൊരു തെറ്റായിട്ട് നിങ്ങൾക്ക് പറയാൻ എന്താ അവകാശം? നാവടങ്ങിപ്പോയില്ലേ സർവ്വ പെണ്ണുങ്ങള്? ശരിയല്ലേ? ആ വശത്തിനൊന്ന് ചോദിച്ചാൽ ശരിയല്ലേ? പിന്നൊന്നും പറയാനില്ല. അതുകൊണ്ട് ധൈര്യം ഒന്നും കൂടി അവർ പ്രഖ്യാപിക്കണം. യൂസുഫ് നബി കേൾക്കെ തന്നെ പറയാണ്. എന്താ പറയുന്നത് അറിയോ? വലയില്ലം യഫ്അൽ മാ ആമുറുഹു, അവനോട് ഞാൻ കൽപ്പിക്കുന്നത് അവൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ലയുസ്ജനൻ, ഞാൻ കൽത്തുറുങ്കിൽ അടക്കുക തന്നെ ചെയ്യും, ജയിലിലാക്കും, ഞാൻ ജയിലിൽ അടക്കപ്പെടുക തന്നെ ചെയ്യും. വലയകൂനം മിനസ്സാഗിരീൻ, എല്ലാവർക്കും ഇടയിൽ നിന്ദ്യനായി അയാൾ മാറും. എല്ലാവർക്കും ഇടയിൽ ഞാൻ അവനെ നിന്ദ്യനാക്കും, നിസ്സാരനാക്കും. അതുകൊണ്ട് വഴങ്ങിക്കോളണം, ഇനിയൊരിക്കലും വിടൂല എന്ന് യൂസുഫ് അലൈഹിസ്സലാം കേൾക്കെ തന്നെ ആ സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അപകടം കൂടുതൽ ബോധ്യമാകുന്നു. അപകടം കൂടുതൽ ബോധ്യായി. എന്താ അപകടം കൂടുതൽ ബോധ്യായത്? യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഇതുവരെയുള്ള ബേജാറ് സുലൈഖയെ കുറിച്ച് മാത്രമായിരുന്നു. ഇതുവരെ ബേജാറ് തന്റെ കൊട്ടാരത്തിലെ സുലൈഖയെ കുറിച്ച് മാത്രമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഈ പെണ്ണുങ്ങൾ മുഴുവൻ അതിന് സപ്പോർട്ടാണ്. എല്ലാ പെണ്ണുങ്ങളും ഇപ്പൊ തന്നിൽ കണ്ണുവെക്കുന്നു. ഇവരുടെ ഒക്കെ ശ്രമം ഇനി എനിക്കെതിരെ ഉണ്ടാകും, എല്ലാവരും ഇനി എനിക്കെതിരെ കുരന്തരം മെനയും, എല്ലാവരും എന്നെ തെറ്റിലേക്ക് ക്ഷണിക്കും. കാരണം സർവ്വ പെണ്ണുങ്ങളും ഇപ്പൊ മതിമറന്നിട്ടായിരിക്കുന്നത്. എല്ലാ സ്ത്രീകൾ കാരണത്താലും ഞാൻ ഫിത്നയിൽ അകപ്പെടാൻ പോകുന്നു എന്ന് ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കിയ മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം
അവിടെ വെച്ച് മനസ്സിലാക്കി, റബ്ബേ നീ അല്ലാതെ എന്നെ സഹായിക്കാൻ ഇനി ആരാ ഉള്ളത്? എനിക്കിനി എന്ത് രക്ഷയാ റബ്ബേ ഉള്ളത്? കൊട്ടാരത്തിലെ പെണ്ണ് മാത്രമല്ല, നാട്ടിലെ ആ കൊട്ടാരത്തിലെ രാജ്ഞിയുമായി ബന്ധപ്പെട്ട പൗരപ്രധാനികളുടെ ഭാര്യമാര് വരെ അവരൊക്കെയും ഇപ്പൊ എന്നിൽ ആകൃഷ്ടരായിരിക്കുകയാണ്. ഇനി ഫിത്ന എനിക്ക് കൊട്ടാരത്തിനകത്ത് മാത്രമാവില്ല, പുറത്തിറങ്ങിയാലും ഫിത്നയാകും. പുറത്തിറങ്ങിയാലും എന്നെ വശീകരിക്കാനുള്ള ശ്രമങ്ങളും എന്നെ അപകടപ്പെടുത്താനുള്ള തൊഴിലുകളും നടക്കുമല്ലോ. അത് മനസ്സിലാക്കിയ യൂസുഫ് നബി അലൈഹിസ്സലാം എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ലോകത്തിന്റെ മുമ്പിൽ. ആ ഗതിമുട്ടിയ നേരത്ത് മഹാനവറുകൾ റബ്ബിനോട് തേടുകയാണ്. ഖാല റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. യൂസുഫ് അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, റബ്ബി, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, അസ്സിജ്നു അഹബ്ബു ഇലയ്യ, ജയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇവര് പറഞ്ഞില്ല എന്നെ ജയിലിലടക്കുന്നു. റബ്ബേ എനിക്ക് ജയില് തന്നോ, എനിക്ക് ജയില് മതി. ആ ജയിലാണ്, കൽത്തുറുങ്കാണ് എനിക്കിഷ്ടം റബ്ബേ. മിമ്മാ യദഊനനി ഇലൈഹി, ആരെങ്കിലും കൽത്തുറുങ്കിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുമോ പ്രിയമുള്ളവരെ? ജയിലിലേക്ക് പോകാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആശിക്കുമോ? ഇവിടെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം എന്തുകൊണ്ടാ അത് പറയുന്നത്? ഏത് കൽത്തുറുങ്കിൽ എന്നെ അടക്കപ്പെട്ടിട്ടെങ്കിലും ഈ ഹറാമായ വൃത്തിയിൽ നിന്ന് എനിക്കൊന്ന് രക്ഷ വേണം അല്ലാഹ്. അതുകൊണ്ട് മിമ്മാ യദഊനനി ഇലൈഹി, ഈ കൊട്ടാരത്തിലെ രാജ്ഞി വിളിക്കുന്നതിനേക്കാൾ എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? യദഊനനി ഇലൈഹി, പെണ്ണുങ്ങളൊക്കെ വിളിക്കുന്ന കാര്യത്തിലേക്കാൾ. അപ്പൊ എല്ലാ പെണ്ണുങ്ങളിൽ നിന്നും അപകടം മണത്തു ആര്? യൂസുഫ് അലൈഹിസ്സലാം. റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, ഈ സ്ത്രീകൾ എന്നെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ ആ തെറ്റിലേക്ക് ഞാൻ വഴങ്ങുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ കൽത്തുറുങ്കിൽ അടക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് റബ്ബേ എനിക്ക് ജയില് തരണം. ജയിലിൽ അടക്കപ്പെട്ടിട്ടെങ്കിലും എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കാരണം എനിക്ക് നിന്നോടിത് പറയേണ്ട കാര്യം എന്താണ്? ഇല്ലാ തസ്രിഫ് അന്നീ കൈദഹുന്ന, ഈ സ്ത്രീകളുടെ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ തിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ അസ്ബു ഇലൈഹിൻ, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോയേക്കും റബ്ബേ. വഅകും മിനൽ ജാഹിലീൻ, ഞാൻ മൂഢന്മാരിൽപ്പെട്ടവനായി പോകുമല്ലോ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ സാരം ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ മഹാനായ പ്രവാചകൻ പറയാണ്, ഞാനൊരിക്കലും തെറ്റൊന്നും ചെയ്യൂല എന്ന് എനിക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ കഴിയൂല റബ്ബേ, ഞാനൊരു മനുഷ്യനല്ലേ, ഈ രൂപത്തിലുള്ള ഈ സാഹചര്യത്തിൽ ഞാൻ എന്താ ചെയ്യാ? നിന്റെ കാവൽ എനിക്കില്ലെങ്കിൽ ഞാൻ ചാഞ്ഞു പോയേക്കും റബ്ബേ, ഒരു മനുഷ്യനല്ലേ ഞാൻ, പിന്നെ എന്നെ എന്തിനാ കൊല്ലാ അല്ലാ, ഞാൻ ജാഹിലായി പോവില്ലേ? അതുകൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് മഹാനായ ആ പ്രവാചകൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സത്യവിശ്വാസികളായ ആളുകളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കുമല്ലോ. ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുന്ന ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ഫസ്തജാബ ലഹു റബ്ബുഹു, ഉടനെ അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. എന്നിട്ട് എന്തുണ്ടായി? ഫസറഫ അൻഹു കൈദഹുന്ന, ആ സ്ത്രീകളുടെ കുതന്ത്രത്തിൽ നിന്ന് റബ്ബ് അദ്ദേഹത്തെ തിരിച്ചുവിട്ടു. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, നിശ്ചയം അല്ലാഹ് എല്ലാം കേൾക്കുന്നവനും എല്ലാം നന്നായി അറിയുന്നവനുമാകുന്നു. ഇപ്പൊ ദുആ ചെയ്യേണ്ടത് എല്ലാം കേൾക്കുന്നവനോടും എല്ലാം അറിയുന്നവനോടുമാണ്. വേറൊരാളോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എല്ലാം കേൾക്കുന്ന സമീഉ, എല്ലാം അറിയുന്ന അലീം, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ കഴിയാവുന്ന സമീഉ, കേൾവിക്ക് പരിധിയില്ല, പരിമിതികളില്ല, ഇരുട്ടെന്നില്ല, വെളിച്ചമില്ല, ദൂരമെന്നില്ല, പകൽ എന്നില്ല, രാത്രി എന്നില്ല, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്ന, എല്ലാം കേൾക്കുന്നവനാണല്ലോ. അതുപോലെ എല്ലാം അറിയുന്നവനാണല്ല. എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്നവനോട് ദുആ ചെയ്തിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ലോകത്തൊരു ശക്തിയില്ല അല്ലാഹു അല്ലാതെ. അതുകൊണ്ട് ഏത് പ്രവാചകന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ എടുത്തു നോക്കിയാലും അള്ളാഹ്നോടാ പറയേണ്ടത്. യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ ജീവിച്ചിരിപ്പുണ്ടാകുന്ന അറിയാത്ത മോനല്ല. ഉപ്പാപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഓർമ്മയില്ലാത്ത മോനല്ല.
ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഓർമ്മയില്ലാത്ത മോനല്ല. പക്ഷേ പ്രതിസന്ധി വരുമ്പോ എന്റെ ഉപ്പാ യാക്കൂബ് നബിയെ, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ഇസ്ഹാഖ് നബിയെ ആരെയും വിളിച്ച് സങ്കടം പറയുന്നില്ല. മറിച്ച് യൂസുഫ് അലൈഹിസ്സലാം എന്താ പറയുന്നത്? ആ ഗതി പൊട്ടിയ വേളയിൽ റബ്ബി, എന്റെ രക്ഷിതാവേ, അസ്ജിനു അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം ജയിലാണ്. ഈ പെണ്ണുങ്ങൾ എന്നെ ക്ഷണിക്കുന്ന ഈ ദുർവൃത്തിയിൽ ഞാൻ അകപ്പെടുന്നതിനേക്കാൾ എനിക്കിഷ്ടം കൽത്തുറുങ്കിൽ ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത ആ കൽത്തുറുങ്കുകൾക്കിടയിൽ എനിക്ക് ജീവിക്കലാണ് എനിക്കിഷ്ടം. എനിക്ക് വേണ്ട, തെറ്റ് ചെയ്യാനാവില്ല. റബ്ബേ, ഇവരുടെ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ തിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ മനുഷ്യനാ റബ്ബേ, ഞാനും ചാഞ്ഞു പോകും അവരിലേക്ക്, ഞാൻ ജാഹിലുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അള്ളാഹു ഉത്തരം കൊടുത്തു. ഫസ്തജാബ ലഹു റബ്ബുഹു, അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. ആ കുതന്ത്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചുവിട്ടു. എങ്ങനെയാ തിരിച്ചുവിട്ടത്? അതേ, ആ ജയില് തന്നെ റബ്ബ് വിധിക്കുകയാണ്. സുമ്മ ബദലഹും മിൻ ബഅദി മാ റഅഉൽ ആയാതി ലയസ്ജുനുന്നഹു ഹത്താ ഹീൻ. ആ കൊട്ടാരത്തിൽ നിന്ന് വിധിയുണ്ടാകുന്നു. സുമ്മ ബദാലഹും, പിന്നീട് അവർക്ക് തോന്നി, മിൻ ബഅദി മാ റഅഉൽ ആയാതി, ഈ തെളിവുകളൊക്കെ കണ്ടതിന്റെ ശേഷവും പിന്നെ അവർക്ക് തോന്നിയത് ലയസ്ജുനുന്നഹു ഹത്താ ഹീൻ, ഒരു കാലപരിധി വരെ ജയിലിലിടുക തന്നെ വേണം. അവർക്ക് എല്ലാവർക്കും ബോധ്യമാണ് യൂസുഫ് അലൈഹിസ്സലാം ജയിലിലിടാൻ അർഹനല്ല, തെറ്റുകാരനല്ല. കാരണം എല്ലാ അർത്ഥത്തിലും യൂസുഫ് അലൈഹിസ്സലാം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാം തന്നെ മആദല്ലാഹ് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടതാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരാണ് എന്നെ വശീകരിച്ചത് എന്ന് യൂസുഫ് അലൈഹിസ്സലാം തന്നെ അസീസിനോട് പറഞ്ഞതാണ്. അയാൾക്ക് ബോധ്യമായതാണ്. മാത്രമല്ല, കുപ്പായം കീറിയത് എവിടെയെന്ന് പരിശോധിക്കുന്നതിനിടയിൽ അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ട സാക്ഷിയായ ആള് പറഞ്ഞതും തെറ്റുകാരി സുലൈഖയാണെന്ന്. അത് ഭർത്താവും അംഗീകരിച്ചു. ഭർത്താവ് തന്നെയും പറഞ്ഞതെന്താണ്? യൂസുഫ് ആയിരുന്നു, അതാ യൂസുഫെ സാരല്ല, വിട്ടേക്ക്. എന്നിട്ട് ഭാര്യയുടെ നേരെ തിരിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? വസ്തഗ്ഫിരി ലിദംബികി ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ, നീ ആ തെറ്റുകാരി തൗബ ചെയ്തോ. അതുപോലെ തന്നെ ഈ സുലൈഖ ഈ പെണ്ണുങ്ങളുടെ ഒക്കെ ഇടയിൽ വെച്ച് പരസ്യമായി തന്നെ പറഞ്ഞു, എന്ത്? ലഖദ് റാവത്തുഹു അൻ നഫ്സിഹി, ഞാൻ വശീകരണ ശ്രമം നടത്തിയിട്ടുണ്ട്. എല്ലാ തെളിവുകളും യൂസുഫ് അലൈഹി ഇസ്ലാമിന് അനുകൂലാണ്, ഒന്നും പ്രതികൂലല്ല. പക്ഷേ എന്നിട്ടും ഒരു കൃത്യമായ ഒരു ആക്ഷൻ എടുക്കാൻ ആ രാജാവിന് അല്ലെങ്കിൽ ഭരണാധികാരിക്ക് കഴിയുന്നില്ല ആ ഭാര്യയുടെ മുമ്പിൽ. അയാൾക്ക് അത്രേ ഉള്ളൂ എന്നാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോ താൻ അകപ്പെട്ട ഈ അപമാനത്തിൽ നിന്ന് തൽക്കാലം ഒന്ന് രക്ഷപ്പെടാൻ യൂസുഫിനെ കൊട്ടാരത്തിൽ നിന്ന് മാറ്റി നിർത്തലേ നിവൃത്തിയുള്ളൂ. എന്റെ പെണ്ണ് ചൊവ്വാവൂല, നാട്ടിലെ പെണ്ണുങ്ങളും ചൊവ്വാവൂല, അതുകൊണ്ട് ജയിലിലിടുക നല്ലത് എന്നുള്ളൊരു തീരുമാനം എത്തി. അവസാനം എന്തായിരുന്നാലും വിധി യൂസുഫിനെ ജയിലിലടക്കണം എന്ന തീരുമാനം തന്നെയായി. അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. അങ്ങനെ ജയിലിലടക്കണം. എന്നിട്ടാണ് ജയിലിൽ നിന്ന് ചില സംഭവങ്ങൾ ഉണ്ടാകണം, എന്നിട്ട് അവിടുന്ന് പുറത്തു വരണം. അതൊക്കെ റബ്ബിന്റെ ഹിക്മത്തുകളാണ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. അങ്ങനെ മഹാനായ പ്രവാചകൻ ആ നിലക്ക് കൃത്യമായി തന്നെ അവരുടെ പ്രത്യേകമായ വിധി പ്രകാരം എന്ത് ചെയ്യുകയാണ്? ജയിലിൽ അടക്കപ്പെടുകയാണ്. ജയിലിൽ അടക്കപ്പെട്ട് ജയിലിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇനി ഉണ്ടാകുന്ന ചില സംഭവങ്ങളാണ്. ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കൂടെ സഹതടവുകാർ കുറെ ഉണ്ടാവുമല്ലോ. ഈജിപ്തിലെ ജയിലല്ലേ, ആ ഈജിപ്തിലെ ജയിലിൽ അടക്കപ്പെട്ടപ്പോ എല്ലാവർക്കും അറിയാം നിരപരാധിയായ ഒരാളാണ് ഇപ്പൊ ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ളത്. ജയിലിലും സംസാരമുണ്ട്, ജയിൽ വാർഡന്മാർക്കും അറിയാം, ജയിലിന്റെ അധികാരികൾക്കറിയാം, ആ നാട്ടിലുള്ളവർക്കറിയാം, ഈ ചർച്ചകൾ കേട്ടവർക്കൊക്കെ അറിയാം ഒരു നിരപരാധി ജയിലിൽ വരുന്നുണ്ട്. യൂസുഫ് അലൈഹി ഇസ്ലാം ജയിലിൽ അടക്കപ്പെട്ടു. സഹതടവുകാർക്കൊക്കെ യൂസുഫ് അലൈഹിസ്സലാം ഏതാനും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരുടെ ആത്മസുഹൃത്തായി മാറി. കാരണം വശ്യമായ പെരുമാറ്റം, ഹൃദ്യമായ രൂപത്തിലുള്ള ഇടപെടലുകൾ, ഏറ്റവും നല്ല ഒരു സ്വഭാവത്തിന്റെ ഉടമ, എല്ലാം കൊണ്ടും ആ ജയിലിലുള്ള തടവുകാരെ മുഴുവനും
ആകർഷിച്ച് അവർക്കെന്തും പറയാവുന്ന നിലക്കുള്ള ഒരു മഹാനായ മനുഷ്യനെയാണ് ഞങ്ങളുടെ സഹതടവുകാരനായി കിട്ടിയിരിക്കുന്നത് എന്ന് ആ വശ്യവും ഹൃദ്യവുമായ പെരുമാറ്റത്തിലൂടെ യൂസുഫ് അലൈഹിസ്സലാമിനെ കുറിച്ച് അവർ മനസ്സിലാക്കി. അപ്പൊ അവർക്ക് തോന്നി നമുക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റിയ ഒരാളാണ്, മഹാനാണ് എന്നവർക്ക് തോന്നി. അതുകൊണ്ട് ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം? അദ്ദേഹത്തിന്റെ കൂടെയുള്ള 2 സഹതടവുകാര്, അവരിൽ ഒരാൾ ഖാല അഹദുഹുമാ, യൂസുഫ് അലൈഹിസ്സലാമിനോട് വന്നുകൊണ്ട് പറയുകയാണ്, ഇന്നി അറാനി അഅ്സിറു ഖംറാ, ഞാൻ മദ്യം പിഴിഞ്ഞെടുക്കുന്നതായി സ്വപ്നം കാണുന്നു. മദ്യം ഇങ്ങനെ മദ്യം പിഴിഞ്ഞെടുത്തുകൊണ്ട് അതിങ്ങനെ വിതരണം ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നു. അതാണ് ഒരു വ്യക്തിയുടെ സ്വപ്നം. മറ്റേ വ്യക്തി പറഞ്ഞു, വഖാലല്ലാഹറു, മറ്റേയാള് പറഞ്ഞു, ഇന്നി അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സാ, ഞാൻ എന്നെ സ്വപ്നത്തിൽ കാണുന്നത് എന്റെ തലയിൽ ഞാനൊരു റൊട്ടിയുടെ കൊട്ടയും ചുമന്ന് നിൽക്കുന്നതായിട്ടാണ്. ആ റൊട്ടിയുടെ കൊട്ടയിൽ നിന്ന് കുലുത്തയറുമിന്നോ, പക്ഷി അതിൽ നിന്ന് ഇങ്ങനെ കൊത്തി തിന്നുന്നുമുണ്ട്. ഇതാണ് ഞാൻ കണ്ട സ്വപ്നം. എന്നിട്ട് അവർ 2 ആളും പറയാണ്, നബ്ബിനാ ബിതഅ്വീലിഹി, ഇതിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. കണ്ടോ, തീർച്ചയായും ഞങ്ങൾ താങ്കളെ ഏറ്റവും മെച്ചപ്പെട്ട മനുഷ്യന്മാരുടെ കൂട്ടത്തിലായിട്ട് കാണുന്നു. കണ്ടോ, അവരുടെ ആദരവിന്റെ വാക്ക് ചുരുക്കി പറയണവേ, നിങ്ങൾ എന്തുകൊണ്ടും നല്ലയാളാണ്, നിങ്ങൾ മഹാനാണ്, നിങ്ങൾ സുഹൃതം ചെയ്യുന്നയാളാണ്, നിങ്ങൾ കിടയറ്റ ആളാണ്, ഏറ്റവും വലിയ രൂപത്തിലുള്ള നല്ലൊരു വ്യക്തിത്വമാണ് അങ്ങേക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകളെ അവർ പുകഴ്ത്തുകയാണ്. ഞങ്ങൾ നിങ്ങളെ കാണുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ അകപ്പെട്ടിട്ടുള്ള ഈ സ്വപ്നം ഇതെന്താണെന്ന് അതിനൊരു വ്യാഖ്യാനം നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. കാരണം ഉള്ളതിൽ ആ നിലക്കൊരു പ്രത്യേകമായ മതബോധവും ആ നിലക്കുള്ള ഒരു ചിട്ടയുമൊക്കെയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് പറയാൻ കഴിയുമെന്ന് അവരുടേതായ ആ കാലതാമസത്തിനിടക്കുള്ള പരിചയത്തിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഈ വിഷയത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അവരുടെ എന്താണ് പ്രശ്നം എന്ന് കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന് ഉണ്ടായൊരു മെച്ചപ്പ് എന്താണ്? യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ ചെന്നപ്പോ ആ സാഹചര്യത്തിനനുസരിച്ച് അവിടെയുള്ള എല്ലാത്തിലും മഹാനവറുകൾ കൂടിക്കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആളുകൾ അദ്ദേഹത്തെ ഒന്ന് അളക്കുമായിരുന്നു. പക്ഷെ എവിടെ പ്രവേശിച്ചാലും മുസ്ലിമിന്റെ ഒരു ഐഡന്റിറ്റി സൂക്ഷിക്കാൻ അറിയണം. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്നുള്ള ഒരു പാഠം അതാണ്. എവിടെ അകപ്പെട്ടുവോ, എവിടെ ചെന്നാലും, നമ്മൾ ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലും അവിടെ നമ്മളായി നിന്നാൽ എല്ലാവർക്കിടയിലും ആദരവുണ്ടാകും. അതേ അവസരത്തിൽ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇപ്പൊ ഞാനായിട്ട് ഇങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ല, അവിടെ കൂടിക്കൊടുക്കലാ നല്ലത് എന്നുള്ള നിലക്ക് കൂടിക്കൊടുത്താലോ അപകടമാണ്. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം അവിടെയുള്ള സഹതടവുകാരുടെ ഒക്കെ അന്ധവിശ്വാസികളാണ്, ശിർക്കിന്റെ ആളുകളാണ്, അനാചാരത്തിന്റെ ആളുകളൊക്കെയാണ്. ഇതിലൊന്നും കൂടാതെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം തന്റെ ഐഡന്റിറ്റി അവിടെ നിലനിർത്തുകയാണ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. എവിടെയാണോ ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ഒരു കമ്പനിയിൽ ജോലിക്ക് എത്തിപ്പെട്ടു, ഇവിടെ എല്ലാവരും അഴിമതിയും തോന്നിയാസവും മോശത്തരൊക്കെ ചെയ്യുന്ന ആളുകൾ ഞാനായിട്ടൊരു മുത്തക്കയായിട്ട് ഇവിടെ നിൽക്കണ്ട വിചാരിച്ച് കൂടിക്കൊടുക്കും ആളുകൾ. അതല്ല വേണ്ടത്. എവിടെയാണോ ഒരു മുസ്ലിം എത്തിപ്പെടുന്നത്, അതെവിടെ ആയിരുന്നാലും അവിടെ ഞാനൊരു മുസ്ലിമാണ്, മറ്റുള്ളവരെ പോലെയല്ല, എനിക്ക് എന്റേതായ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അനമുസ്ലിം, ഞാൻ മുസ്ലിമാണ്. ആ പ്രഖ്യാപനവും അതിനനുസരിച്ചുള്ള ഒരു സ്വഭാവവുമാണ് ഉണ്ടായിരിക്കേണ്ടത്. യൂസുഫ് അലൈഹിസ്സലാം അത് കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ് വേറെ ആരുടെ അടുക്കലേക്ക് ഒന്നും ചോദിക്കാൻ ചെല്ലാതെ ഇയാളുടെ അടുത്ത് തന്നെ സഹതടവുകാർ വന്നിട്ട് ഈ കാര്യം ചോദിക്കുന്നത്. അല്ലാതെ മുൻ പരിചയമൊന്നുമില്ലല്ലോ ഇയാളെ. അവിടുന്ന് ഉണ്ടായ ബന്ധവും ആ പരിചയവും വെച്ചിട്ട് ഇത്ര നല്ലൊരു മനുഷ്യനെ വേറെ അവര് കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ ചുരുക്കി അവർ പറഞ്ഞത് ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, താങ്കളെ ഞങ്ങൾ സുഹൃതം ചെയ്യുന്നവരായിട്ടാണ് കാണുന്നത് എന്ന് മഹാനവറുകളോട് അവർ പറയുന്നു. എന്തു ചെയ്തു? യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോ ചോദ്യം കേട്ട മാത്രയിൽ ഉടനെ അങ്ങ് ഉത്തരം നൽകാൻ ഒരുങ്ങിയില്ല. ഉടനെ അവരുടെ ചോദ്യത്തിനാണ് ആൻസർ കൊടുത്തില്ല. മറിച്ച് എന്ത് ചെയ്തു? ആദ്യം അവർക്ക് തന്നെ കുറിച്ച് നല്ല മതിപ്പുണ്ട് എന്ന് മനസ്സിലായല്ലോ യൂസുഫ് അലൈഹിസ്സലാമിന്. ആ മതിപ്പും തന്നിലേക്കുള്ള അവരുടെ ആഭിമുഖ്യവും ഒക്കെ വന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അവസരം തന്നെയാണ് ഏറ്റവും ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ചാൻസ് ഒരു ഗോൾഡൻ ചാൻസ് ആക്കി മാറ്റി തന്റെ ഒരു പ്രബോധന ദൗത്യം അവരെ പഠിപ്പിക്കാൻ തയ്യാറാവുകയാണ് മഹാനായ പ്രവാചകൻ.
യൂസുഫ് അലൈഹിസ്സലാം. ഉടനെ അങ്ങ് ഉത്തരം കൊടുത്തില്ല. ഉടനെ അങ്ങ് ഉത്തരം കൊടുക്കാതെ ആദ്യം അവരോട് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്താ പറഞ്ഞത്? قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون. മഹാനവറുകൾ പറഞ്ഞു, ഈ ചോദ്യം കിട്ടപ്പോ അദ്ദേഹം അവരോട് പറയണ, ലാ യഅതീകുമാ തആമുൻ തുർസഖാനിഹി, നിങ്ങൾക്ക് ജയിലിൽ സാധാരണയായി വിതരണം ചെയ്യപ്പെടാനുള്ള ഭക്ഷണം ഇവിടെ കൊണ്ടുവരപ്പെടുന്നതിന്റെ മുന്നേ ഇല്ലാ നബ്ബഅതുകുമാ ബിതഅവീലിഹി ഖബ്ല അൻ യഅതിയകുമാ, സാധാരണ നിങ്ങൾക്ക് കൊണ്ടുവരാറുള്ള ഫുഡ് ഉണ്ടല്ലോ, അത് കൊണ്ടുവരുന്ന അതിന്റെ സമയം എത്തുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ ഈ ചോദിച്ച വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരും. അത് എന്റെ വകയായിട്ട് ഞാൻ പറയണമൊന്നുമല്ല, എന്റെ വകയായിട്ട് പറയണതാ നിങ്ങൾ മനസ്സിലാക്കരുത്. അവിടെ മുതൽക്ക് നമ്മൾ മനസ്സിലാക്കുക, പ്രവാചകത്വം ലഭിച്ചിട്ടുണ്ട് ആ സമയം മുതൽ. മഹാനവറുകൾ പറയുന്ന വാചകം കേട്ടോളൂ, ദാലികുമാ മിമ്മാ അല്ലമനീ റബ്ബി, അതൊക്കെയും എനിക്കെന്റെ റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടാ ഞാൻ പറയുക. എന്റെ റബ്ബ് പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ് ഞാൻ പറയുക. അതിന്റെ ശേഷം മഹാനവറുകൾ ആരാണ് ഞാനെന്നും എന്റെ റബ്ബാരാണെന്നും എന്റെ നിലപാടെന്താണെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഇന്നീ തറക്തു, നിശ്ചയം ഞാൻ ഉപേക്ഷിച്ചയാളാണ്, ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. മില്ലത്ത ഖൗമിൻ, ഒരു ജനതയുടെ ചര്യയൊക്കെ ഞാൻ ഉപേക്ഷിച്ചവനാണ്. എങ്ങനത്തെ ജനത? ലാ യുഅ്മിനൂന ബില്ലാഹ്, ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ജനതയെ ഞാൻ ഒഴിവാക്കി വന്നയാളാണ്. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവരവരുടെ ആ രക്ഷിതാവിനെ സംബന്ധിച്ച് വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല പരലോകത്തെ കുറിച്ചും അവർ നിഷേധിക്കുന്നവരാണ്. അത്തരം കക്ഷികളിൽ നിന്ന് ഞാൻ ഒഴിവാകുന്നു. പിന്നെ ഞാൻ ആരാണ്? എനിക്കൊരു പാരമ്പര്യമുണ്ട്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ കേവലം ഇപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കിയ ആളല്ല, എനിക്ക് പാരമ്പര്യമുണ്ട്. സാലിഹീങ്ങളുടെ പരമ്പരയിലാണ് ഞാൻ വന്നത്. വത്തബഅതു മില്ലത ആബായി, എന്റെ പൂർവീക പിതാക്കളുടെ ചര്യയാണ് ഞാൻ പിന്തുടരുന്നത്. ആരാണവര്? ഇബ്രാഹീമ വഇസ്ഹാഖ വയഅഖൂബ്, അവരുടെയൊക്കെ ചര്യയിലാ ഞാനുള്ളത്. മാ കാന ലനാ, ഞങ്ങൾക്ക് പാടില്ല തന്നെ, അന്നുശ്രിക ബില്ലാഹി മിൻ ശൈഅ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെയുള്ള ഒരു കൽപ്പന, റബ്ബിനെ അല്ലാതെ ആരാധിക്കരുതെന്നും റബ്ബിൽ ഒരാളെയും ശിർക്ക് ചേർക്കരുതെന്നുമുള്ളത്. ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ, അല്ലാഹ് ഞങ്ങളോട് കാണിച്ച ഔദാര്യമാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, വഅലന്നാസ്, സർവ മനുഷ്യരോടുമുള്ള ആദരവും ബഹുമാനവും കാരുണ്യവുമാണ് റബ്ബാ പഠിപ്പിച്ച തൗഹീദ്. പക്ഷേ വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, അധിക ജനങ്ങളും നന്ദി കാണിക്കുന്നവരല്ല. എല്ലാ ജനങ്ങളും അംഗീകരിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്ന തൗഹീദ്. പക്ഷെ അധിക ജനങ്ങളും അത് അംഗീകരിക്കാതെ അതിന് അള്ളാഹുവിനോട് ആ ഫദ്ലിന് ശുക്ർ കാണിക്കാതെ ശിർക്കിലായിട്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ പാരമ്പര്യമുള്ള ആളാണ്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ആ രൂപത്തിലുള്ള പാരമ്പര്യമുള്ള ആളാണ് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറയണം. എനിക്കിതൊക്കെ റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടാ ഞാൻ പറയുന്നത്. എന്റെ നിലപാട് എങ്ങനെയാണ്? ഏതിലും ഇനി ഞാൻ പാരമ്പര്യമുണ്ട്. പാരമ്പര്യം ഇന്നും പാരമ്പര്യം ഇസ്ലാം വളരെ പ്രാധാന്യമായിട്ട് കാണുന്നു. നല്ല പരമ്പരയിൽ ആ പാരമ്പര്യത്തെ നമ്മൾ ഏതിലേക്കാ പരമ്പര ചേർക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിലേക്ക്. അതാണ് സലഫുകൾ.
അതാണ് സലഫുകൾ അവർ ജീവിച്ച് ആചരിച്ച് മാതൃക കാണിച്ചു തന്ന ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ സമുദായം 1073 കക്ഷികളായി പിരിയുമ്പോൾ ഒരു വിഭാഗം രക്ഷപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ആ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരായ ആളുകളെ കുറിച്ച് നബിതങ്ങൾ ചോദിക്കപ്പെട്ടു, ആരാണ് പ്രവാചകരെ അവർ എന്ന് ചോദിക്കപ്പെട്ടപ്പോ നബിതങ്ങൾ മറുപടി പറഞ്ഞത്, ഹുമ്മാ അന അലൈഹിൽ യൗമ വ സ്വഹാബി, ഞാനും എന്റെ അനുചരന്മാരും ഏതൊരു നിലപാടിലും വിശ്വാസാചാര നടപടിക്രമങ്ങളിലും നിലനിൽക്കുന്നുവോ ആ രൂപത്തിലുള്ള പാരമ്പര്യത്തിൽ ആ പ്രവർത്തനങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നവർ അവരാണ് രക്ഷപ്പെട്ടവർ. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം എടുത്തു പറയാണ്, എനിക്ക് ഈ പരമ്പരയാണുള്ളത്. ആരുടെ പാരമ്പര്യം? പാപ്പ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ്. ശിർക്കിയൂലേ, ഞങ്ങൾ ശിർക്ക് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. അത് അള്ളാഹ് ഞങ്ങൾക്ക് നൽകിയ ഒരു ഫضലാണ്. ഞങ്ങൾക്ക് മാത്രമല്ല സർവ്വ മനുഷ്യരോടും കൊടുത്തൊരു ഫضലാണ്. അള്ളാഹ് മാത്രമേ ആരാധിക്കാവൂ. പക്ഷെ അധിക ആൾക്കാരും ആ ഫضലൊന്നും മനസ്സിലാക്കാതെ റബ്ബിൽ ശിർക്ക് ചെയ്തുകൊണ്ട് നന്ദികേടാണ് കാണിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ അതിൽ കൃത്യമായി നിലപാടുള്ളവരാണ് എന്ന് മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാം ജനങ്ങളോട് പറയാണ്. ഇന്നും മുന്തിയ പാരമ്പര്യത്തിലേക്ക് ഇങ്ങനെ എണ്ണിച്ചേർത്ത് പറയും, ഞങ്ങൾ മറ്റേ കുടുംബാണ്, ആ കുടുംബമാണ്, ഈ കബീലയാണ്, മറ്റേ ഈ നബിയുടെ ആൾക്കാരാണ്, ഞങ്ങളാണ് നബിയുടെ ആളുകൾ എന്നൊക്കെ പരമ്പര പറയും. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും മഹാന്മാരും സഹാബത്തും ജീവിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും നടപടിക്രമങ്ങളും തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല. അവർ പഠിപ്പിച്ചതിന് നേരെ വിരുദ്ധം ചെയ്യും. ആ പാരമ്പര്യം കൊണ്ട് കാര്യമില്ല. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം പറയുന്ന പാരമ്പര്യം, ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം, ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ പാരമ്പര്യം, ഉപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യം, ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ തന്നെ ജീവിച്ചിട്ടുള്ളൂ മഹാനവറുകൾ. എന്നിട്ട് മഹാനവറുകൾ വീണ്ടും പറയാണ്, തനിക്ക് കിട്ടുന്ന ഗോൾഡൻ ചാൻസ് ഉപയോഗപ്പെടുത്താണ്. യാ സാഹിബൈ സിജ്നി അർബാബും മുതഫർരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن الحكم إلا لله أمر أن لا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون. മഹാനവറുകൾ പിന്നെ ഉപയോഗപ്പെടുത്താണ്. എന്താ ജനങ്ങളോട് പറയുന്നത് അറിയോ? ആ നാട്ടുകാരി, ഈജിപ്തുകാരി എന്ന് പറഞ്ഞ യൂസുഫ് അലൈഹിസ്സലാമിന് അറിയാലോ, സൂര്യനെ ആരാധിക്കുന്നുണ്ട്, പശുവിനെ ആരാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ രാജാക്കന്മാരെ പൂജിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അള്ളാഹു അല്ലാത്ത പലതിനെയും പൂജിക്കുകയും ആരാധിക്കുകയും ദൈവങ്ങളായി വെച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈജിപ്തുകാരാണ്. മാത്രല്ല ഓരോ ദൈവത്തിനും ചില പ്രത്യേകതകളും കഴിവുകളും കൈകാര്യങ്ങളും ഒക്കെ ഉണ്ടതായി സങ്കല്പിച്ചിട്ട് ഇന്ന കാര്യത്തിന് ഇന്നയാള്, ഇന്ന കാര്യത്തിന് ഇന്നയാള്, ഇന്ന കാര്യത്തിന് ഇന്ന വ്യക്തിയോടാ തേടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള ആളുകളെ ദൈവങ്ങളാക്കി സങ്കല്പിച്ച് പൂജിച്ച് ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളായി ഈജിപ്തിൽ നിറയെ ഉള്ളത്. അതുകൊണ്ട് മഹാനവറുകൾ ആ അവസരം, ശരിക്ക് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് ജയിൽവാസികളോട് ചോദിക്കുകയാണ്, യാ സാഹിബൈ സിജിൻ, അല്ലയോ എന്റെ ജയിലിലെ സഖാക്കളെ, എന്റെ ജയിലിലെ സഹതടവുകാരെ, അർബാബും മുതഫർരിഖൂന ഖൈർ, വിഭിന്നങ്ങളായ റബ്ബുകളാണോ ഉത്തമം, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അതോ എല്ലാം അടക്കി ഭരിക്കാൻ കഴിവുള്ള ഏകനായ അല്ലാഹുവാണോ നല്ലത്? ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പല ആളുകളോടും ഇങ്ങനെ വിളിച്ചു തേടുക, പല ആളുകളോടും വിളിച്ചു പ്രാർത്ഥിക്കുക, പലതിനും പലരെ സമീപിക്കുക. അതാണോ ജനങ്ങളെ നല്ലത്? അതോ ഏകനായ കാര്യം പറയാവുന്ന, എല്ലാം മടക്കി ഭരിക്കുന്ന, എല്ലാവരെയും മടക്കി വാഴുന്ന രാജാതിരാജനായ ഏകനായ റബ്ബോ? ഏതാ നല്ലത്? ഏതാ നല്ലത്? അവർക്ക് തികച്ചും ആ ചോദ്യം വേഗം മനസ്സിലാവും. കാരണം ഈജിപ്ത് എന്ന് പറഞ്ഞാൽ അടിമപ്പണി എടുപ്പിക്കുന്ന നാടാണ്. ഒരു യജമാനന്റെ, നല്ലൊരു യജമാനന്റെ കീഴിൽ ജീവിക്കലാണോ ഒരുപാട് യജമാനന്മാരുടെ കീഴിൽ ജീവിക്കലാണോ നല്ലത്? അവർക്ക് വേഗം മനസ്സിലാവും, ഒറ്റ ആളാ നല്ലത്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് ആ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് ചോദിക്കാണ്, അല്ല വൈവിധ്യങ്ങളായ റബ്ബുകളാണോ ഇലാഹുകളാണോ നല്ലത്, അതോ ഏകനായ അള്ളയോ? എന്നാ നിങ്ങളുടെ അവസ്ഥ എന്താ? ഞാൻ നിങ്ങളോട് പറയട്ടെ, തുറന്ന് പറയണം മഹാനവറുകൾ അദ്ദേഹത്തോട്, ആ ജനങ്ങളോട് പറയാം. നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്നില്ല, ഇല്ലാ അസ്മാ, ചില പേരുകൾ ഇട്ടിട്ട് നിങ്ങൾ ചില ആളുകളെയൊക്കെ സങ്കല്പിക്കുന്നുണ്ട്.
സമ്മൈതുമൂഹാ, നിങ്ങൾ അൻതും വാബാവുക്കും, നിങ്ങളാണ് അവർക്ക് ആ പേരൊക്കെ വെച്ചത്, നിങ്ങളാണ് അവർക്ക് ആ പ്രത്യേകതകളൊക്കെ സങ്കല്പിച്ചത്. അങ്ങനെ കുറെ ദേവന്മാരെയും ദേവികളെയും പലരെയും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, റബ്ബതിനൊന്നും ഒരു രേഖയും ഇറക്കിയിട്ടില്ല. നിങ്ങളുടെ തൊള്ളയല്ലാതെ, നിങ്ങൾ കേവലം പറഞ്ഞുണ്ടാക്കിയ പേരുകളല്ലാതെ റബ്ബ് നിശ്ചയിച്ച് തന്നതല്ല ഇവയൊന്നും. ആരെ ആരാധിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഈ ലോകത്തെ പടച്ച റബ്ബിന് മാത്രമാണ്, അതിന് അധികാരമുള്ളത്. അതുകൊണ്ട് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, കാര്യം വിധിക്കാനുള്ള അധികാരം അല്ലാഹുവിന് മാത്രമാണ്. ആ അല്ലാഹ് എന്ത് വിധിച്ചിട്ടുണ്ട്? അമറാവൻ വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദൂ, നിങ്ങൾ ആരാധിക്കരുതെന്ന്, ഇല്ലാ ഇയ്യാ, അവനെ അല്ലാതെ ആരാധിക്കരുതെന്ന് അവന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ദാലിക ദീനുൽ ഖയ്യിം, ഞാൻ ഈ പറഞ്ഞ ഇതാണ് ഏറ്റവും ചൊവ്വായ മതം, ഇതാണ് ഏറ്റവും നേരെ ചൊവ്വയുള്ള ആദർശം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും അറിയുന്നില്ലല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാം അവർക്ക് കൃത്യമായിട്ട് തൗഹീദാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാന്റെ ദീന് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ട്, അതിന് താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. ലോകത്ത് രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒരു വിഭാഗം ആളുകൾ അള്ളാന്റെ ദീൻ അവർ പഠിച്ച് അവരുടെ മനസ്സിലുണ്ട് ഇത് കഴിയുന്നിടത്തോളം ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രബോധകൻ ഏത് ചാൻസ് ഒത്തുവരുന്നോന്ന് നോക്കി നിൽക്കും, കിട്ടണ ചാൻസിൽ താഴ്വത്തെടുത്തു. പ്രബോധന വികാരമുള്ള ഒരു മോമിനായ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? ഏത് അവസരത്തിലാണ് തനിക്കൊരാളോടൊരു നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ ചാൻസ് കിട്ടുന്നത്, അത് അയാൾ ശരിക്കും മുതലെടുക്കും. അതേ അവസരത്തിൽ അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ആയിരക്കണക്കിന് ചാൻസുകൾ ഒത്തുവന്നാലും അയാൾ നിർവികാരനായിരിക്കും, ഒന്നും ചെയ്യൂല. എത്ര ആളെ മുമ്പ് കിട്ടിയാലും ഒന്നും പറയൂല. ഒപ്പം ജോലിയിലിട്ടുണ്ടാവും കൊല്ലങ്ങളോളം, പക്ഷെ അയാളോട് ഇന്ന് വരെ തൗഹീദിന്റെ ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപാട് കാലം ഒന്നിച്ച റൂമിൽ തൊട്ടടുത്ത ബെഡിലൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. കൊല്ലങ്ങളായി ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഇന്ന് വരെ ദീന് പറഞ്ഞു കൊടുത്തിട്ടില്ല, ഇന്ന് വരെ ഒരു നന്മ ഉപദേശിച്ചിട്ടില്ല. ഒരുപാട് ആളുകളുമായിട്ട് ബന്ധമുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്, എല്ലാവർക്കും വേണ്ടപ്പെട്ടയാളാണ്, എല്ലാവരും അംഗീകരിക്കുന്നയാളാണ്, മധ്യസ്ഥത്തിന് പോലും വിളിക്കുന്നയാളാണ്, നാട്ടിൽ പേരും പ്രശസ്തിയും ഒക്കെ ഉള്ള ആളാണ്. പക്ഷേ ദീൻ ഒരാളോടും പറയൂല. എന്ത് ചാൻസ് കിട്ടിയാലും മിണ്ടൂല. ആര്? ഇസ്ലാമികമായിട്ടൊരു പ്രബോധനം നടത്തണം, എനിക്കതുകൊണ്ട് അത് എന്റെ കടമയാണെന്ന് ബോധ്യമാവാത്ത ആളാണെങ്കിൽ, അതേ അവസരത്തിൽ ആ കടമയെക്കുറിച്ച് ബോധ്യമുള്ള വ്യക്തിയാണെങ്കിൽ, ഏതുപോലെ സർവ മനുഷ്യരും പരാജയപ്പെടും എന്നുള്ള പറഞ്ഞതാണ്. ആ പരാജയത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ 4 ഗുണങ്ങൾ ഓരോരുത്തരിലും വേണം. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ഈമാൻ വേണം, സൽക്കർമ്മങ്ങൾ വേണം, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കണം, സഹനം കൊണ്ടും ഉപദേശിക്കണം. ഇത് 4ഉം ഒത്തിണങ്ങിയവരെ പരലോകത്ത് രക്ഷപ്പെടൂ, അല്ലെങ്കിൽ നഷ്ടാണ് എന്ന് അള്ളാഹ് നമുക്ക് 2 വരിയിൽ ഒതുങ്ങുന്ന സൂറത്തുൽ അസ്റിൽ പഠിപ്പിച്ചു തന്നതാണ്. അത് ശരിക്കും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ ഇതുപോലെയാകും. എങ്ങനെ? ഒരവസരം കാത്തു നിൽക്കും നമ്മൾ. എനിക്കിപ്പോ ഒരു ചാൻസ് ആണ്, ഇപ്പൊ അത് പറയേണ്ട അവസരമാണ്, ഇപ്പൊ പറയേണ്ട കാര്യം ഞാൻ ഇപ്പൊ പറയേണ്ട അവസരമാണ്, പിന്നെ എനിക്ക് നീട്ടി വെച്ചൂടെ, ഇപ്പൊ അത് പറയണം, പിന്നെ എനിക്ക് ആ ചാൻസ് കിട്ടൂല. അങ്ങനെ ഉപയോഗപ്പെടുത്തും ഒരു ഇസ്ലാമിക ദഅവത്തിന്, ഇസ്ലാമികമായൊരു പ്രബോധനത്തിന് താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമുക്കൊക്കെ എത്ര ചാൻസുകളാ വീണ് കിട്ടുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒപ്പം യാത്ര ചെയ്യുന്നവരെ കിട്ടും, പല സ്ഥലങ്ങളിലും വെച്ച് 2-3 മണിക്കൂറൊക്കെ പലരെയും നമ്മുടെ അടുത്ത് കിട്ടും. കൊല്ലങ്ങളോളമായിട്ട് നമ്മൾ പലരുമായി സൗഹൃദത്തിലാണ്, പലരുമായി നമ്മൾ ചങ്ങാത്തത്തിലാണ്. പല കമ്പനികളിൽ, പല തൊഴിൽശാലകളിൽ, ഫാക്ടറികളിൽ, ഓഫീസുകളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ, വൈവിധ്യമാർന്ന രംഗങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്നു. ആരോടൊക്കെ നമുക്ക് ബന്ധത്തിന് ചാൻസുകൾ കിട്ടുന്നു. വിദേശികളും സ്വദേശികളുമായ 100 കണക്കിന് ആളുകളുമായി സൗഹാർദ്ദത്തിനും ബന്ധത്തിനുമൊക്കെ അവസരം കിട്ടുമ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ടോ? ഒരവസരം എന്റെ റബ്ബിന് വേണ്ടി ഞാൻ പറയാറുണ്ടോ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നോക്ക്, ജയിലറയിൽ കഴിയുന്ന ഘട്ടത്തിൽ പോലും അവസരം വീണ് കിട്ടിയപ്പോ ജയിലിൽ വെച്ച് പോലും തൗഹീദിന്റെ പ്രബോധനം നടത്തുകയാണ് യൂസുഫ് അലൈഹിസ്സലാം. കാരാഗൃഹത്തിൽ വെച്ച് പോലും അത് നടത്തുകയാണ്. സർവ്വ സൗകര്യങ്ങളുടെയും
എല്ലാവിധത്തിലുള്ള അലങ്കാരങ്ങളുടെയും ആഡംബരങ്ങളുടെയും സുരക്ഷിതത്വങ്ങളുടെയും ലോകത്ത് ജീവിച്ചിട്ട് പോലും നമ്മൾ ഇന്ന് വരെ ബന്ധപ്പെട്ട ആളുകളോടൊരു തൗഹീദിന്റെ വർത്തമാനം പറയാൻ മനസ്സ് നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, മഹാനായ ഈ പ്രവാചകന്റെ ചരിത്രം നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? എല്ലാ സൗകര്യങ്ങൾക്കും നടുവിൽ സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന നമ്മൾ ഒരു ചാൻസുകളും ഇസ്ലാമിക പ്രബോധനത്തിന് ഉപയോഗപ്പെടുത്തുന്നില്ല. മഹാനായ ഈ പ്രവാചകനോ ജയിലിൽ, കാരാഗൃഹത്തിൽ, സ്വാതന്ത്ര്യമില്ലാത്ത ആ തടവറക്കുള്ളിലും അവസരം കിട്ടുമ്പോഴൊക്കെ തന്റെ ജനങ്ങൾക്ക് ആദ്യം ഉപദേശിച്ചു കൊടുക്കുന്ന മഹാനായ ഇമാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് മഹാനവറുകൾ നടത്തിയ ആദ്യത്തെ പ്രഭാഷണമാണിത്. ആദ്യ പ്രഭാഷണം. ആദ്യം ജനങ്ങളോട് എന്താ പറയേണ്ടത് എന്നും കൂടി അതിലൂടെ യൂസുഫ് അലൈഹി ഇസ്ലാം പഠിപ്പിച്ചു. നിങ്ങൾ നുണ പറയരുത്, കളവ് പറയരുത്, വർത്താനൊന്നുമല്ല ആദ്യം പറയുന്നത്. ആദ്യം ഒരു മനുഷ്യന്റെ മനസ്സ് ശുദ്ധമായിരിക്കേണ്ടത് ശിർക്കിൽ നിന്ന് മുക്തമാവണം. ഖൽബാണ് ആദ്യം നേരെയാവേണ്ടത്. അതിന് ഖൽബിൽ നിന്ന് നജസ് പോണം. ഖൽബിലുള്ള നജസാണ് ശിർക്ക്. വിശുദ്ധ ഖുർആൻ വളരെ വൃത്തിയായി പറഞ്ഞു, ഇന്നമൽ മുശ്രികൂന നജസുൻ, ഇന്നമൽ മുശ്രികൂന നജസുൻ. ബഹുദൈവ വിശ്വാസികൾ മാലിന്യമാണ്, ബഹുദൈവ വിശ്വാസികൾ നജസാണ്. എന്താ അതിന്റെ അർത്ഥം? ഒരു ശിർക്ക് ചെയ്യുന്ന ഇസ്ലാമല്ലാത്ത ഒരു മുശ്രിക്കായ മനുഷ്യൻ നമ്മുടെ മേല് തൊട്ടാ ബോഡി കഴുകണമെന്നാണോ? അല്ലെങ്കിൽ അയാളെ തൊട്ടുകൂടാ, അയാൾ ഒരുമിച്ച് ഇരുന്നുകൂടാ, അയാൾ ഒരുമിച്ച് സഹപ്രവർത്തകനായി കൂടാ, താമസിച്ചുകൂടാ, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചുകൂടാ എന്നൊന്നുമല്ല. ആ മനുഷ്യന്റെ മനസ്സിൽ മാലിന്യമുണ്ട്. ശിർക്കിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഖൽബാണ് ആദ്യം നേരെയാവേണ്ടത്. അതുകൊണ്ട് സലീമായ ഖൽബുണ്ടാകണമെങ്കിൽ അവിടെ നിന്ന് ശിർക്ക് കൂടൊഴിഞ്ഞു പോകണം. അതുകൊണ്ട് ആരോടും ആദ്യം പറയേണ്ട ഒരു തൗഹീദാണ്. അതുകൊണ്ട് യൂസുഫ് നബി ആ ജനങ്ങളോട് പറയണേ, ജനങ്ങളെ, ഇതാ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. അത് റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ റബ്ബല്ലാത്ത ഒരാളെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആരാധിക്കരുത് എന്ന് വളരെ കൃത്യമായി മഹാനായ പ്രവാചകൻ മാത്രല്ല പറഞ്ഞു. ശിർക്ക് ചെയ്യുന്നവർക്ക് ഒരു തെളിവുമില്ല, അവരുടെ തൊള്ളയല്ലാതെ എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ കാരണം? നിങ്ങളിട്ട ചില കേവലം പേരുകൾ, നിങ്ങൾ സങ്കല്പിക്കുന്ന ചില സങ്കല്പങ്ങൾ, നിങ്ങൾ അവർക്ക് ചില കഴിവുകളുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ച് അവ ചാർത്തിക്കൊടുക്കുന്നു. അള്ളാഹ് പറഞ്ഞതല്ല, അൻതും വാബാവുക്കും, നിങ്ങളും നിങ്ങളെ വാപ്പാരും ഒക്കെ ഇട്ട ചില നാമങ്ങളും പേരുകളും ഒക്കെയാണ്. നിങ്ങളുടെ തൊള്ളയല്ലാതെ അതിന് തെളിവൊന്നുമില്ല. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. അള്ളാഹ് ഒരു രേഖ ഇറക്കിയിട്ടല്ല നിങ്ങളിതൊന്നും പറയുന്നത്. പക്ഷെ എന്ത് പറ്റിപ്പോയി? ജനങ്ങൾക്കൊന്നും അറിയുന്നില്ലല്ലോ. മഹാനായ പ്രവാചകൻ ആ ചാൻസ് ശരിക്കും മുതലെടുത്തുകൊണ്ട് കൃത്യമായി തന്നെ ആ ദൗത്യമങ്ങ് പറഞ്ഞു കൊടുത്തിട്ട് അവസാനം മഹാനവറുകൾ വളരെ കൃത്യമായി ആ ചാൻസ് ശരിക്കും ഉപയോഗപ്പെടുത്തി തന്റെ ആദർശത്തിന്റെ മേന്മ അവർക്ക് പഠിപ്പിച്ചു. കൃത്യമായി സുരക്ഷിതമായി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. നമ്മളൊക്കെ പലപ്പോഴും ഇസ്ലാമിന്റെ ഒരു കാര്യം ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കാനും അവരത് കാണാനും ഒക്കെ ഉള്ള ഒരു അവസരം ഒത്തുവന്നാൽ പോലും നമ്മൾ പലപ്പോഴും നിഷ്ക്രിയരാകും. പല ആളുകളും ചിലപ്പോ എത്രത്തോളം ആൾക്കൂട്ടത്തിലാകുമ്പോ ഞാനൊരു മുസ്ലിമാണ് എന്ന് തോന്നരുതേ എന്ന നിലക്ക് വല്ലാത്തൊരു അപകർഷതാബോധം കൊണ്ട് മുസ്ലിമിന്റെ വേഷമൊക്കെ ചിലപ്പോൾ ഒഴിവാക്കും, തുണിയൊക്കെ ബിരിയാണിക്ക് താഴെയാക്കും, അതുപോലെ തന്നെ താടി വടിച്ചു കളയും. അങ്ങനെ ഒന്നും ഞാനൊരു മുസ്ലിമാണെന്ന് തോന്നണ്ട. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളിൽ സംസാരത്തിൽ ഒരു അസ്സലാമു അലൈക്കും എന്നൊക്കെയാണ് പറയാൻ പോലും ഉറക്കൊന്നും പറയില്ല. അവനൊരു പിന്തിരിപ്പന. ചിലപ്പോൾ ആൾക്കൂട്ടത്തിലൊന്ന് തുമ്മിയ അൽഹംദുലില്ലാഹ്, നമ്മളെ കടമയാണല്ലോ, നമ്മളെ കടമയാണല്ലോ, ഹഖുൽ മുസ്ലിം, മുസ്ലിമിന്റെ ഒരു കടമയാണല്ലോ. തുമ്മിയാൽ നമ്മൾ എന്ത് ചെയ്യണം? തഹ്ബീർ ചൊല്ലണം, അൽഹംദുലില്ലാഹ്. ഇനി ഒരാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞ നമ്മൾ യർഹമുക്കല്ലാഹ്, തിരിച്ച് യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും പറയൂല, അറിഞ്ഞാലും പറയൂല. എന്താ അതെന്തോ ഒരു മോശം ആളുകൾക്കിടയിലേ ഇയാൾ എന്തെങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കൂല, ഇയാളൊരു മതഭീകരവാദിയാ, മൗലികവാദിയാ, ഒരു ഫണ്ടമെന്റലിസ്റ്റ്, ഇയാൾ ആരാ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കോ വിചാരിച്ച് നമ്മളെ ഇസ്ലാം ഇങ്ങനെ അടക്കി പിടിച്ച് ഒതുക്കി വെക്കും. എത്ര സഹോദരങ്ങളുടെ നിരകൾ 95% യാത്രക്കാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഫ്ലൈറ്റ് ഇവിടെ നിന്ന് സുബഹിയുടെ സമയമാകുന്നതിന്റെ മുമ്പ് ടേക്ക് ഓഫ് ചെയ്യുന്നു. അവിടെ നിശ്ചിത സ്ഥലത്ത് അത് ലാൻഡ് ചെയ്യുന്നത് സുബഹി കഴിഞ്ഞിട്ട് ഏറെ സമയം കഴിഞ്ഞിട്ട്. ഫ്ലൈറ്റിൽ വെച്ച് സുബഹിയുടെ സമയമായ സുബഹി ജമ്മാക്കാൻ വകുപ്പുണ്ടോ? ലുഹറിലേക്ക് ജമ്മാക്കാൻ പറ്റിയ നിസ്കാരാണോ? ഇശയിലേക്ക് ഇങ്ങോട്ട് ജമ്മാക്കാൻ പറ്റിയതാണോ? അല്ല, ഒരു വകുപ്പില്ലാത്ത നിസ്കാരാണ്. ആ സുബഹകൾ എവിടുന്ന് നിസ്കരിക്കേണ്ടത്? ഫ്ലൈറ്റിൽ നിസ്കരിക്കണം. പക്ഷേ 95% ആളുകളും നിസ്കരിക്കൂല. പല കാരണങ്ങളുണ്ട്, പല വസ്വാസുകളുണ്ട്.
വേറെ ചിലർക്ക് തൊട്ടടുത്തുള്ള ആൾക്കാർ ഇപ്പൊ ഞാനിതിലിങ്ങനെ ഇരുന്നിട്ട് ഒന്ന് മുന്നോട്ട് ഒന്ന് കുനിഞ്ഞ് ഒന്നും കൂടി കൂടുതൽ കുനിഞ്ഞ് എന്താ തലക്ക് വട്ട ആളുകളൊക്കെ അങ്ങനെ നോക്കൂലേ അന്ന് ഇപ്പൊ തൽക്കാലം വേണ്ട മുണ്ടണ്ട എന്ന നിലക്ക് നിസ്കരിക്കൂല. ചിലർക്ക് വസ്വാസാണ്, കാരണം ഊതെടുക്കാൻ സൗകര്യമില്ല, അത് അവിടെ പോയ ശരിയൊക്കെ നാട്ടിൽ പോയിട്ട് ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും ആയിക്കോട്ടെ ആയിക്കോട്ടെ സൗകര്യം ചെയ്തു മാപ്പിളയൊന്നുമല്ല, ഓ മുസ്ലിം ഒന്നുമല്ല, നിങ്ങൾ ചെയ്തോളൂ. അങ്ങനെയാണോ സുഹൃത്തുക്കളെ? എത്ര ആളുകളുണ്ട്, നിങ്ങൾക്കൊക്കെ അനുഭവങ്ങളില്ലേ? നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു വീക്ഷണം നടത്തി നോക്ക്. എത്ര പേര് അള്ളാഹുവിന്റെ നിഅമത്താകുന്ന വമാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ എന്ന് പക്ഷിപറവാദികൾ വട്ടമിട്ട് ആകാശ ലോകത്ത് സഞ്ചരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അള്ളാഹ് ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. ആ പക്ഷികളെ ആകാശത്ത് പിടിച്ചു നിർത്തുന്നത് റഹ്മാനായ റബ്ബല്ലാതെ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വിമാനത്തെ കുറിച്ച് ചോദിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ സാധനത്തെ അവിടെ ടൺ കണക്കിന് ഭാരങ്ങളും വഹിച്ചു പോകുന്ന ഈ സാധനം ഒരു സൂചി മേലോട്ടെറിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് താഴ്ത്തേക്ക് വീഴും. ടൺ കണക്കിന് ഭാരം വഹിച്ചുകൊണ്ട് യാത്രക്കാരെയും അതുപോലെ തന്നെ ലഗേജുകളുമായി കൊണ്ട് വാനലോകത്ത് പറന്നുകൊണ്ടിരിക്കുന്ന ഈ സാധനത്തെ പിടിച്ചു നിർത്തുന്നത് എന്റെ റഹ്മാനായ റബ്ബിന്റെ കാരുണ്യമില്ലെങ്കിൽ എന്തായിരിക്കും എന്റെ സ്ഥിതി എന്നൊരാവർത്തി ചിന്തിക്കാൻ പോലും മനസ്സ് കാണിക്കാതെ അതിൽ വെച്ച് ഫിലിമുകൾ കാണും, മ്യൂസിക് കേൾക്കും, നിസ്കാരത്തിന്റെ സമയമായ ചിന്തിക്കുക പോലും ചെയ്യാതെ റബ്ബ് നൽകിയ അനുഗ്രഹത്തിന്റെ ലഗേജുകളുമായി കൊണ്ട് സ്വനാട്ടിലേക്ക് പറന്നു പോകുന്ന മുസ്ലിമീങ്ങൾ നിസ്കരിക്കൂല. തന്റെ ഐഡന്റിറ്റി മറ്റുള്ളവർ കാണണ്ട, മോശമാണ്. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിസ്കരിക്കോ? അല്ല, ഒരുപാട് യാത്രക്കാർ ഇങ്ങനെ നോക്കിയിരിക്കണം, ഞാൻ ഇപ്പൊ അതിന്റെ ഇടയിൽ നിസ്കരിച്ച അയ്യേ ഒരു മോശപ്പ ഏതായാലും വേണ്ട. പാടില്ല സുഹൃത്തുക്കളെ. എവിടെയും മുസ്ലിമാണ്. എവിടെയും അവന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കണം. എവിടെയും വെച്ചവൻ നിവൃത്തികേട് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറരുത്, ഞാൻ മുസ്ലിമാണ്. ഒരു വൈകാരിക ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എത്ര കേട്ടാലും ആളുകൾക്ക് വസ്വാസ് തീരാത്തൊരു വിഷയമാണ് ഈ ഫ്ലൈറ്റ് എന്നുള്ള നിസ്കാരം. നിസ്കരിക്കൂല. എല്ലാവരോടും നിങ്ങൾ ആര് ബന്ധപ്പെട്ട ഒരു യാത്ര പോകുമ്പോഴും ഞാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് യാത്രയപ്പ് പറയുമ്പോൾ അല്ലെങ്കിൽ യാത്രങ്ങളോട് പറയുമ്പോൾ ഇസ്ലാം പറഞ്ഞൊരു മര്യാദ ഉണ്ടല്ലോ, അസ്തൗദിഉല്ലാഹ ദീനക് വ അമാനതക് വ ഖവാതിമ അമലിക്. അതൊരു പ്രാർത്ഥനയാണ്. നിന്റെ ദീന് ഞാൻ അള്ളാഹനെ ഏൽപ്പിക്കുന്നു, നിന്റെ ആദർശം ഞാൻ ഏൽപ്പിക്കുന്നു, നിന്റെ വിശ്വാസം ഞാൻ ഏൽപ്പിക്കുന്നു, നിന്റെ നല്ല രൂപത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ പര്യവസാനം നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പറയുന്ന കൂട്ടത്തിൽ അറബി പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ കൂട്ടത്തിൽ പറയണം, നിസ്കാരം ഒഴിവാക്കരുത് കേട്ടോ, നിസ്കാരം ഒഴിവാക്കരുത്. ഫ്ലൈറ്റിൽ നിന്ന് നിസ്കരിക്കണേ. സുബഹി നമുക്ക് ചാൻസ് ഇല്ല, അവിടെ ഇറങ്ങുമ്പോൾ സൂര്യ ഉദിച്ച് കഴിഞ്ഞു, ഇവിടുന്ന് പോകുമ്പോൾ സുബഹി ആയിട്ടില്ല, ഫ്ലൈറ്റിലെ അവസരമുള്ളൂ, നിസ്കരിക്കണേ. നിങ്ങൾ ഒരാളോട് പറഞ്ഞ അയാൾ നിസ്കരിച്ച ആ കൂലി നിങ്ങൾക്ക് കിട്ടിയില്ലേ? നമുക്ക് കിട്ടിയില്ലേ? അത് ആ ഒരൊറ്റ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയമുള്ളവരെ, ആര് നിങ്ങളുമായിട്ട് യാത്രയുടെ കാര്യം സംസാരിക്കുന്നുണ്ടോ നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ പറയണം. മഹാനായ ഒരു പ്രവാചകൻ തന്റെ ദൗത്യം ജയിലിൽ വെച്ച് പോലും നിർവഹിച്ചുവെങ്കിൽ എവിടെയാണ് നമ്മൾ എത്തിപ്പെടുന്നതെങ്കിലും അവിടെ നമ്മൾ നമ്മളായിട്ട് നിൽക്കണം. അതിനുള്ളൊരു പ്രത്യേകമായ മനക്കരുത്ത് നമ്മൾ നേടണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പിന്നീട് മഹാനവറുകൾ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന്റെ ശേഷം അദ്ദേഹം അവരോട് പറഞ്ഞ കരാറാണല്ലോ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ. ഇനി അദ്ദേഹം അവർക്ക് അവരുടേതായ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനും നേരറിയുവാനും അള്ളാഹുവിന്റെ ദീനിലേക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബിന്റെ ദീന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ സഹകാരികളാകുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതുപോലെയുള്ള വേദികളിലേക്കൊക്കെ ആളുകളെ നമ്മൾ കൊണ്ടുവരണം. ആളുകൾക്കൊരു ദീനെത്തിച്ചു കൊടുക്കാൻ എന്താണോ നമുക്ക് കഴിയുക, ദഅവത്തിന്റെ മാർഗങ്ങൾ പലവിധത്തിൽ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്, ഉപയോഗപ്പെടുത്തണം. ഏത് മാർഗത്തിലാണ് ഒരാൾക്കൊരു നന്മയുടെ വഴി കാണിക്കാൻ കഴിയുക, ആർക്ക് എപ്പോഴാണ് ക്ലിക്കാവുക, ആർക്ക് എപ്പോഴാണ് മാനസാന്തരം വരികയാണെന്നും നമ്മളല്ല തീരുമാനിക്കുന്നത്, റഹ്മാനായ റബ്ബാണ്. ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പണിയെടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.